ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് 1ാം ക്ലാസ്സിലെ ഗണിതം സബ്ജക്റ്റ് ആണ്. നമ്മുടെ പുതിയ പാഠപുസ്തകമാണ് നമുക്ക് ഈ വർഷം തൊട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തിലെ ടെക്സ്റ്റ് ബുക്കുകളും സിലബസും അല്ല നമുക്ക് ഈ വർഷം തൊട്ടുള്ളത് അല്ലേ. അപ്പം നമുക്ക് എല്ലാവർക്കും പുതിയ ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിക്കാണുമല്ലോ. എല്ലാവർക്കും നമ്മൾ 1ാമത്തെ പാഠം നിങ്ങൾ വായിച്ചോ? എന്താ 1ാമത്തെ പാഠത്തിന്റെ പേരെന്താണ്? തിത്തിരിക്കിളിയും ചങ്ങാതിമാരും. ഇതാണ് നമ്മുടെ ഗണിതത്തിലെ 1ാമത്തെ പാഠം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ 1ാം ക്ലാസ്സിലെ മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ കാണാൻ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ ഇംഗ്ലീഷിന്റെയും അതേപോലെ മലയാളത്തിന്റെ ഒക്കെ ക്ലാസ്സുകളുണ്ട്, ആവശ്യമുള്ളവർ കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 1ാമത്തെ പാഠം തിത്തിരിക്കിളിയും ചങ്ങാതിമാരും. നോക്കിക്കേ, അപ്പൊ നമുക്ക് ഫസ്റ്റ് പേജിൽ തന്നെ എന്താ ചെയ്യാൻ പറയുന്നത്? ഇവിടെ നമ്മുടെ ഫോട്ടോ ഒട്ടിക്കാൻ, അതായത് നിങ്ങളുടെ ഫോട്ടോ, അവരവരുടെ ഫോട്ടോ ഇവിടെ ഒട്ടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഞാൻ എന്ന് കണ്ടിട്ട് ഇവിടെ ഒരു വരി കണ്ടോ? അവിടെ നിങ്ങളുടെ പേര് എഴുതുക. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പേര് എഴുതാനൊക്കെ അറിയില്ലേ? എഴുതാൻ അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചതിന് ശേഷം പേര് ഇവിടെ എഴുതുക. എന്നിട്ട് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നിവിടെ എഴുതുക. ഓക്കെ, നിങ്ങളുടെ ക്ലാസ് ആണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ എന്ത് എഴുതണം? എൻ്റെ അമ്മ, അമ്മയുടെ പേര് എഴുതുക. എൻ്റെ അച്ഛൻ, അച്ഛൻ്റെ പേര് എഴുതണം. എൻ്റെ ടീച്ചർ, ടീച്ചറിന്റെ പേര്. നിങ്ങൾക്ക് 1ാം ക്ലാസ്സിൽ പുതിയ ടീച്ചറിനെയൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ലേ? അപ്പൊ ടീച്ചറുടെ പേരൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ടീച്ചറിന്റെ പേര് എഴുതുക. എൻ്റെ വിദ്യാലയം, നിങ്ങളുടെ സ്കൂളിന്റെ, വിദ്യാലയം പറഞ്ഞ സ്കൂൾ, നമ്മുടെ സ്കൂളിന്റെ പേര് എഴുതണം. പിന്നെ ഫോൺ നമ്പർ കണ്ടോ, ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ എഴുതുക. എൻ്റെ ആധാർ നമ്പർ, അതൊക്കെ എന്താന്നുള്ളത് വീട്ടില് അമ്മേൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും, ഫോൺ നമ്പറും ആധാർ നമ്പറൊക്കെ. അപ്പൊ അതൊക്കെ എഴുതാനുള്ള ഒരു പേജാണ് നമ്മുടെ ഫസ്റ്റ് പേജിലുള്ളത്. ഓക്കെ, നോക്കൂ, നമ്മുടെ 1ാമത്തെ പാഠം തിത്തിരിക്കിളിയും ചങ്ങാതിമാരും. കണ്ടോ, എന്താ ചിത്രത്തിലുള്ളത്? ഒരു തത്തമ്മ ഇരിക്കുന്നുണ്ട്, പിന്നെ മരങ്ങളുണ്ട് അല്ലെ, തെങ്ങുണ്ട്. തെങ്ങിൽ എന്താ? കിളിക്കൂട് കണ്ടില്ലേ? ഇതാ ഒരു കിളിക്കൂട്. പിന്നെ ഓട്ടോറിക്ഷ വരുന്നുണ്ട് അല്ലെ, ഓട്ടോറിക്ഷ, സൈക്കിള്. നോക്കൂ, പൂച്ചയുണ്ട്, പൂച്ചക്കുട്ടികളുണ്ട്. കണ്ടോ, പിന്നെ ആരൊക്കെയുള്ളത്? കോഴിയും കോഴിക്കുട്ടികളും അല്ലെ, പൂവൻ കോഴിയുണ്ട്, പിടക്കോഴിയുണ്ട്, പിന്നെ കുറച്ച് കോഴിക്കുട്ടികളുണ്ട്. താറാവുണ്ട്, താറാവിന്റെ കുട്ടികള്. പിന്നെ നോക്കിയേ, ഒരു പശു ഉണ്ട്, ഒരു പശുക്കിടാവുണ്ട് അല്ലെ. പശുക്കുട്ടി നമ്മൾ എന്താ പറയാ? പശുക്കിടാവ്. പിന്നെ ഇവിടെ നോക്കൂ, ഒരു നായുണ്ട് അല്ലെ, ആ ഡോഗിന്റെ കുട്ടികളാണത്. അപ്പൊ ഇവിടെ നോക്കൂ, കുറേ മൃഗങ്ങൾ നമ്മൾ കണ്ടില്ല, മൃഗങ്ങളും പക്ഷികളൊക്കെ ഉണ്ട്. 2 കുട്ടികളും ഉണ്ട്. അപ്പൊ ആരാണ് വരുന്നത്? നമുക്ക് പാഠം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അടുത്ത പേജ് നോക്കിക്കേ, ഇവിടെ ആരാ ഫോൺ ചെയ്യുന്നത്? ആരാണ്? ഇത് ഏത് പക്ഷിയാണ്? കാക്കയാണ് അല്ലെ. കാക്ക എന്താ പറയുന്നത് നോക്കൂ. ഹലോ, കൂട്ടുകാരെ കൂടി വിളിച്ചോളൂ, അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? കൂട്ടുകാരെ വിളിക്കാൻ പറയുകയാണ്. അപ്പൊ നോക്ക്, ഇത് ഉണ്ടോ, ഇവിടെ ഒരു മരത്തിൽ നിറയെ കാക്കകളാണ് അല്ലെ. കാ കാ കാ, പുറത്ത് കാക്കകളുടെ ബഹളം. ഇമയും അമലും പുറത്തിറങ്ങി നോക്കി. കാക്കകളെ പേടിച്ച് മരപ്പൊത്തിൽ പതുങ്ങിയിരിക്കുകയാണ് കിളിക്കുഞ്ഞ്. കണ്ടോ നിങ്ങൾ കിളിക്കുഞ്ഞിനെ? ഏതാണ്ടോ ഈ മരപ്പൊത്തിനുള്ളിൽ ഒരു കിളിക്കുഞ്ഞിരിക്കുന്നത് കണ്ടോ? അപ്പൊ ഈ കാക്കക്കൂട്ടത്തെ കണ്ട് ഈ കിളിക്കുഞ്ഞ് പേടിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ കുട്ടികളുടെ പേരെന്താണ്? നമ്മുടെ 1ാമത്തെ പേജിൽ കണ്ടില്ലേ ഈ കുട്ടികള്? ആരാണ് ഇവര്? ഇമയും അമലും. ഈ കുട്ടിയുടെ പേര് ഇമ, ഈ കുട്ടിയുടെ പേര് അമൽ. ഓക്കെ, അപ്പൊ ഇമയും അമലും കാക്കകളുടെ ബഹളം കേട്ടിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുകയാണ്. അപ്പൊ എന്താ കണ്ടത്? മരപ്പൊത്തില് കാക്കകളെ പേടിച്ചിരിക്കുന്ന ഒരു കിളിക്കുഞ്ഞിനെ കണ്ടു അല്ലെ. ഒരു കിളിക്കുഞ്ഞാണ്. അപ്പൊ എന്താ അമല പറയുന്നത്? അതാ മരപ്പൊത്തിൽ ഒരു കിളി. അപ്പൊ നമ്മൾ നോക്കൂ, ഇമ എന്താ പറയുക? നമുക്കതിനെ അമ്മക്കിളിയുടെ അടുത്ത് എത്തിക്കാം. അപ്പൊ ഈ കിളിക്കുട്ടി അമ്മക്കിളിയുടെ അടുത്തല്ല അല്ലെ. അപ്പൊ ഈ കിളിക്കുട്ടി നമുക്ക് രക്ഷിച്ച് അമ്മക്കിളിന്റെ അടുത്ത് എത്തിക്കാന്ന് ഇമ പറയുകയാണ്. നെക്സ്റ്റ് പേജ്. അമല് പറയുകയാണ്, കാക്കയും പൂച്ചയും ഒന്നും പിടിക്കാതെ നോക്കണം. ഇമ: അതെ, ശരിയാ. നോക്കൂ, കിളിക്കുഞ്ഞിനെ കണ്ടില്ലേ? അമൽ എന്താ പറയണത്? ഇവൾക്ക് ഒരു പേര് വേണ്ടേ? അപ്പൊ നമ്മുടെ ഇമ പറയുകയാണ്, പേരിടുകയാണ്. നമ്മുടെ കിളിക്കുഞ്ഞിന്റെ പേരെന്താ? തിത്തിരി എന്ന് വിളിക്കാം. എന്താ പറയുന്നത്? തിത്തിരി എന്ന് വിളിക്കാം. അപ്പൊ നമ്മുടെ തിത്തിരി പറയുന്നത് ആരാണ്? ഈ കിളിക്കുഞ്ഞിന്റെ പേരാണ്. നമ്മുടെ പാഠത്തിന്റെ പേരെന്താ? തിത്തിരിയും ചങ്ങാതിമാരും അല്ലെ. അപ്പൊ തിത്തിരി എന്ന് പറയുന്നത് ഈ കിളിക്കുഞ്ഞിന്റെ പേരാണ്. കിളിക്കുഞ്ഞിനെ പിടിക്കാൻ ലാലിപ്പൂച്ച പമ്മി എത്തി. അപ്പൊ നമ്മുടെ കിളിക്കുഞ്ഞുങ്ങളെയൊക്കെ ആര് പിടിക്കും? പൂച്ചയും നായൊക്കെ പിടിക്കാൻ വരും അല്ലെ. അപ്പൊ ഈ നമ്മുടെ തിത്തിരി കിളിക്കുഞ്ഞിനെ പിടിക്കാൻ ആരാ വരുന്നത്? ലാലിപ്പൂച്ച പമ്മി വരികയാണ്. പൂച്ചയെ ഓടിക്കാൻ അമൽ വടിയുമായി എത്തി. അപ്പൊ പൂച്ചയെ കണ്ടതും വേഗം പൂച്ച ഓടിക്കാൻ വേണ്ടി അമൽ ഓടിപ്പോയി വടിയുമായിട്ട് എത്തി. പോ പൂച്ചേ,
അയ്യോ തിത്തിരിയെ കാണുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ തിത്തിരി കിളിക്കുഞ്ഞിനെ കാണാണ്ടായി. അങ്ങനെ നമ്മുടെ അമലും ഇമയും കൂടെ തിത്തിരിയെ തേടുകയാണ്. അവർ തിത്തിരിയെ തേടി നടന്നു. അലമാരയുടെ മുകളിൽ ഇല്ല. ആരാണ് അലമാരയുടെ മുകളിൽ നോക്കുന്നത്? അമൽ ല്ലേ? അമൽ നോക്കൂ, എവിടെ നോക്കുന്നത്? അലമാരയുടെ മുകളിൽ. എവിടെ നോക്കുന്നത്? മുകളിൽ. ഈ ചുവപ്പ് കളറിൽ റെഡ് കളറിൽ എഴുതിയിരിക്കുന്നത് നന്നായി ശ്രദ്ധിച്ചു വായിക്കുക. മുകളിൽ. എവിടെ നോക്കുന്നത്? മുകളിൽ. നമ്മുടെ ഇമ എവിടെ നോക്കുന്നത്? കട്ടിലിന്റെ താഴെ. എവിടെ നോക്കുന്നത്? കട്ടിലിന്റെ താഴെ. കട്ടിലിന്റെ താഴെ ഇല്ല. അപ്പൊ എവിടെ ഇല്ല? മുകളിലും ഇല്ല, താഴെയും ഇല്ല. സോഫയുടെ മുന്നിലും പിന്നിലും ഇല്ല. അപ്പൊ സോഫയുടെ എവിടെ നോക്കി? മുന്നിലും നോക്കി, പിന്നിലും നോക്കി. രണ്ടിടത്തും നമ്മുടെ കിളിക്കുഞ്ഞില്ല. പുറത്ത് എവിടെയും കാണുന്നില്ല. പുറത്ത് പോയി നോക്കി. പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. കളിവീടിന്റെ അകത്ത് നോക്കൂ. അങ്ങനത്തെ ഒരു കളിവീടാണിത്. ആ കളിവീടിന്റെ അകത്ത് നോക്കാൻ പറയണം. അപ്പോഴേക്കും നമ്മുടെ അമല് കിളിക്കുഞ്ഞെ കണ്ടു. കിട്ടിപ്പോയി. വീടിന്റെ അകത്ത് ഉണ്ട്. അപ്പൊ എവിടെയായിരുന്നു തിത്തിരി ഉണ്ടായിരുന്നത്? വീടിന്റെ അകത്ത്. എനിക്ക് അമ്മയെ കാണണം. പേടിക്കേണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. എന്നാരാ പറയുന്നത്? ഇമ പറയണല്ലേ. അപ്പൊ തിത്തിരിക്ക് ആരെ കാണണം എന്നാ പറയണത്? അമ്മയെ കാണണം പറയാണ്. തിത്തിരിയുടെ അമ്മയെ കാണണം പറയാണ്. അപ്പൊ നമ്മുടെ ഇമ പറഞ്ഞു നമുക്ക് കണ്ടുപിടിക്കാന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ഇമയും അമലും കൂടെ തിത്തിരിയുടെ അമ്മയെ കണ്ടുപിടിക്കാൻ ഇറങ്ങി. അപ്പൊ ഇവിടെ നോക്കൂ, നമ്മള് ഈ ചുവപ്പ് കളറ് ഇവിടെ നമ്മള് കണ്ടോ, ഈ സ്ക്വയറിന്റെ ഉള്ളിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില വാക്കുകളാണ്. മുന്നിലും പിന്നിലും, പുറത്ത്, അകത്ത്. അതേപോലെ നമ്മൾ ഈ വാക്കുകളൊക്കെ ചുവപ്പ് കളറിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ച് വായിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണത്. തിത്തിരി പൂച്ചയോട് ചോദിച്ചു. അങ്ങനെ നമ്മുടെ തിത്തിരിനെയും കൊണ്ട് അമലും ഇമയും എന്ത് ചെയ്യാണ്? തിത്തിരിയുടെ അമ്മയെ തേടി ഇറങ്ങുകയാണ് അല്ലേ. അപ്പൊ ആദ്യം ആരെ കണ്ടു? പൂച്ചയെ കണ്ടു അല്ലെ. പൂച്ചയെ കണ്ടു. പൂച്ചയോട് തിത്തിരി എന്താ ചോദിക്കുന്നത്? നിങ്ങൾ എൻ്റെ അമ്മയാണോ? പാവം തിത്തിരിക്ക് അവളുടെ അമ്മയെ അറിയില്ല അല്ലെ. എങ്ങനെയായിരിക്കും അവളുടെ അമ്മയെ കാണാനൊന്നും തിത്തിരിക്ക് അറിയില്ല. അപ്പൊ നമ്മൾ പൂച്ചയെ കണ്ടപ്പോൾ നമ്മൾ വേഗം തിത്തിരി എന്ത് ചോദിച്ചു? നിങ്ങൾ എൻ്റെ അമ്മയാണോ? അപ്പൊ നമ്മുടെ പൂച്ച എന്താ പറയണത്? എനിക്ക് 2 മക്കൾ. നിന്നെ പോലെ അല്ലല്ലോ അല്ലെ. നോക്ക്, എനിക്കുള്ളത് 2 മക്കളാണ്. നിന്നെ പോലെയാണോ? അല്ല. അപ്പൊ ഇവിടെ നമ്മുടെ പൂച്ചയ്ക്ക് എത്ര മക്കളാണുള്ളത്? 2. 1, 2. അവർ പശുവിന്റെ അടുത്തെത്തി. അടുത്തത് ആരുടെ അടുത്ത് എത്തിയിരിക്കുന്നത്? പശുവിന്റെ അടുത്ത് എത്തിയിരിക്കുന്നത് അല്ലെ. അപ്പൊ തിത്തിരി ചോദിക്കുകയാണ്, നിങ്ങളാണോ എൻ്റെ അമ്മ? അപ്പൊ പശു എന്ത് പറഞ്ഞു? എനിക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ. എത്ര കുഞ്ഞാണുള്ളത് പശുവിന്? 1 അല്ലേ. ഇതാ ഒരു കുഞ്ഞേ ഉള്ളൂ. വഴിയിൽ പട്ടിയും കുഞ്ഞുങ്ങളും. അപ്പൊ വഴിയിൽ ആരാ ഉള്ളത്? ഒരു പട്ടിയും അതിന് കുഞ്ഞുങ്ങളാണ് ഉള്ളത് അല്ലെ. അപ്പൊ നമ്മളെ പട്ടിയോടും നമ്മുടെ തിത്തിരി എന്താ ചോദിക്കുന്നത്? നിങ്ങൾ എൻ്റെ അമ്മയാണോ ചോദിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു പട്ടി? എനിക്ക് 5 മക്കൾ. നോക്കൂ, നിന്നെ പോലെയാണോ? നോക്കൂ, എനിക്ക് 5 മക്കളാണ്. നിന്നെ പോലുള്ളതാണോ? അല്ല എന്ന് പറയാം അല്ലെ. 5 മക്കളെ കണ്ടോ നിങ്ങള്? പട്ടിക്കുട്ടികളെ കണ്ടോ? ആ പട്ടിയുടെ കുട്ടികൾ 1, 2, 3, 4, 5 കണ്ടില്ലേ. അപ്പൊ നമ്മുടെ തിത്തിരിയുടെ അമ്മയെ കണ്ടെത്തിയിട്ടില്ല അല്ലെ. അവർ കോഴിയമ്മയുടെയും കുടുംബത്തെയും കണ്ടു. ഇത് നിന്റെ കുഞ്ഞാണോ? ഇമ ചോദിക്കുകയാണ്, ഇത് നിന്റെ കുഞ്ഞാണോ? അപ്പൊ എന്താ കോഴിയമ്മയും കുടുംബവും പറയണത്? ആരൊക്കെയാണ് കോഴിയമ്മയുടെ കുടുംബത്തിലുള്ളത്? കോഴിയമ്മയുണ്ട്, പൂവൻ കോഴിയുണ്ട്, പിന്നെ കുഞ്ഞുങ്ങളുണ്ട് അല്ലെ. എനിക്ക് 4 പേർ. ഈ കുഞ്ഞിനെ പോലെ അല്ല എൻ്റെ മക്കൾ. ഈ കുഞ്ഞിനെ പോലെയല്ല എൻ്റെ മക്കൾ അല്ലെ. കോഴിക്കുഞ്ഞുങ്ങളെ പോലെയാണോ തിത്തിരി? അല്ല. അവർ കാക്കക്കൂടിന് അടുത്തെത്തി. അങ്ങനെ അവസാനം കാക്കക്കൂടിന്റെ അടുത്തെത്തി. ഈ കുഞ്ഞ് നിന്റേതാണോ? ഇമ ചോദിച്ചു. അപ്പൊ കാക്കമ്മ എന്താ പറയുന്നത്? എൻ്റെ 3 മുട്ടകൾ വിരിഞ്ഞിട്ടില്ല. എത്ര മുട്ടകളാണ്? 3. നിങ്ങൾക്ക് കാണുന്നില്ലേ മുട്ടകള്? 1, 2, 3. 3 മുട്ടകൾ അല്ലെ. 3 മുട്ടകൾ വിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ചിത്രത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? ഓരോന്നും എണ്ണി എഴുതൂ. അപ്പൊ ചിത്രത്തിൽ ആരൊക്കെയുള്ളത്? പശുക്കുട്ടിയുണ്ട്, താറാക്കുട്ടികളുണ്ട്, അതുപോലെ പട്ടിക്കുട്ടികളും പൂച്ചക്കുട്ടികളും കാക്കയുടെ മുട്ട വിരിഞ്ഞു കഴിഞ്ഞുള്ള കാക്കക്കുട്ടികളും ഉണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ എണ്ണീറ്റ് എഴുതാനാണ് പറയുന്നത്. അപ്പൊ നമ്മള് സംഖ്യകളാണ് പഠിക്കുന്നത്. 1 തൊട്ട് 5 വരെയുള്ള സംഖ്യകളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, പശുക്കുട്ടിയെ എണ്ണു. എത്ര പശുക്കുട്ടികളുണ്ട്? 1. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഇവിടെ കുത്തിട്ടിട്ടില്ലേ? ഈ ഡോട്ടിലൂടെ എന്ത് ചെയ്യണം? മേലെ കൂടെ എഴുതുകയാണ് ചെയ്യേണ്ടത്. അതിന് മേലെ കൂടെ 1 എന്ന് എഴുതുക. ഓക്കെ. ഇനി എവിടെയാണ് 2 ഉള്ളത്? എവിടെ 2 ഉള്ളത്? പൂച്ചക്കുട്ടികൾ അല്ലെ. അപ്പൊ 1, 2. അപ്പൊ ഇവിടെ എന്ത് എഴുതുക? 2. ഇനി 3 എവിടെ? 3 കാക്കക്കുട്ടികൾ. അപ്പൊ ഇവിടെ എന്ത് എഴുതുക? 3. 4 താറാക്കുട്ടികൾ അല്ലെ. 1, 2, 3, 4. അപ്പൊ ഇവിടെ 4. അടുത്തത് നമ്മുടെ ഇവിടെ 4. ഇതാണ്ടോ 4 അല്ലെ. ഇവിടെ 4
പിന്നെ 5 നായക്കുട്ടികൾ അല്ലേ, നമ്മുടെ പട്ടിക്കുട്ടികളുണ്ട്. 1 2 3 4 5. അപ്പൊ 5 പപ്പീസ്. അപ്പൊ ഇനി എന്ത് ചെയ്യാ, ഇവിടെ 1 തൊട്ട് 5 വരെയുള്ള സംഖ്യകൾ എഴുതുക. 1 എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഡോട്ടുകൾ ഇട്ടിരിക്കുന്നത്, ഈ കുത്തുകൾ ഇട്ടിരിക്കുന്നത്. അതിന്റെ മേലെ കൂടെ എഴുതുക ആദ്യം, അതിനുശേഷം താഴത്തെ ഈ പെട്ടികളിലാണ് എഴുതേണ്ടത്. അപ്പൊ ആദ്യം മേലത്തെ ഈ ബോക്സിൽ എഴുതുക, 1 എഴുതുക. അടുത്തത് 2 3 4 5. അടുത്തത് താഴത്തെ പെട്ടിയിൽ 1 എഴുതിയിട്ടുണ്ട്. അടുത്തത് 2 3 4 5. ഓക്കെ, അപ്പൊ നിങ്ങൾ 1 തൊട്ട് 5 വരെ എങ്ങനെ എഴുതുക പഠിച്ചില്ലേ? ഇമയും അമലും തിത്തിരിക്ക് ചിത്രപുസ്തകം കാണിച്ചു കൊടുത്തു. അവർ പാടി. അങ്ങനെ ഇമയും അമലും കൂടെ നമ്മുടെ തിത്തിരിയുടെ അമ്മയെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ എന്ത് ചെയ്തു, തിത്തിരിക്ക് ഒരു ചിത്രപുസ്തകം കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിലെ പാട്ട് പാടിക്കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പാട്ടെന്ന് നോക്കാം. ഒന്നാം താളിൽ എന്തുണ്ട്? ഒന്നാം താളിൽ ഒരു പൂച്ച. 1 1. എന്നിട്ട് നമുക്ക് 1 എങ്ങനെ എഴുതുക എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലെ. എന്താണ്? ഒന്നാം താളിൽ എന്തുണ്ട്? ഒന്നാം താളിൽ ഒരു പൂച്ച. 1 1. കണ്ടോ, ഇവിടെ ഒരു പൂച്ച ഇരിക്കുന്നത് കണ്ടോ? അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ 1 നിങ്ങൾ എഴുതണം. ഇതുപോലെ 1 എഴുതുക. അടുത്തത് രണ്ടാം താൾ. താളെന്ന് വെച്ചാൽ പേജിനെ പറയുന്നത് കേട്ടോ. താളിൽ എന്ന് പറഞ്ഞ പേജിൽ നിന്നാണ്. രണ്ടാം താളിൽ എന്തുണ്ട്? രണ്ടാം താളിൽ 2 കിളി. 2 2. ഇപ്പൊ 2ന്റെ ഇവിടെ 2 എന്ന് എഴുതുക ഇതുപോലെ. മൂന്നാം താളിൽ എന്തുണ്ട്? മൂന്നാം താളിൽ 3 തത്ത. 3 3. ഇവിടെ 3 തത്തനെ കണ്ടില്ലേ? ഇവിടെ 3 എന്ന് എഴുതുക. നാലാം താളിൽ എന്തുണ്ട്? നാലാം താളിൽ 4 മൂങ്ങ. 4 4. മൂങ്ങകളെ കണ്ടോ നിങ്ങൾ? 4 മൂങ്ങകളെ. 1 2 3 4. 4. അഞ്ചാം താളിൽ എന്തുണ്ട്? അഞ്ചാം താളിൽ 5 മാങ്ങ. 5 5. 5 മാങ്ങകൾ കണ്ടോ? അവിടെ 5 എന്ന് എഴുതുക. നമുക്ക് ഒന്നുകൂടെ വായിക്കാം. ഒന്നാം താളിൽ എന്തുണ്ട്? ഒന്നാം താളിൽ ഒരു പൂച്ച. 1 1. രണ്ടാം താളിൽ എന്തുണ്ട്? രണ്ടാം താളിൽ 2 കിളി. 2 2. മൂന്നാം താളിൽ എന്തുണ്ട്? മൂന്നാം താളിൽ 3 തത്ത. 3 3. നാലാം താളിൽ എന്തുണ്ട്? നാലാം താളിൽ 4 മൂങ്ങ. 4 4. അഞ്ചാം താളിൽ എന്തുണ്ട്? അഞ്ചാം താളിൽ 5 മാങ്ങ. 5 5. നല്ലൊരു പാട്ടാണ് അല്ലേ? എല്ലാരും പാടി നോക്കുക. അപ്പൊ നമ്മളിവിടെ 1 പഠിച്ചു, 2 പഠിച്ചു, 3 4 5 പഠിച്ചില്ലേ? അടുത്ത പേജ് വിരൽ ചിത്രങ്ങൾ. എന്താ വിരൽ ചിത്രം എന്ന് വെച്ചാല് നമ്മുടെ വിരലില് പെയിന്റ് എന്തെങ്കിലും നിറമാക്കിയിട്ട് നമ്മൾ സ്കെച്ച് പെൻ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കളറൊക്കെ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മളൊരു പേജിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ വിരലിങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ നമ്മുടെ വിരലിന്റെ അടയാളം കിട്ടും. ഇവിടെ ഒന്ന് ചെയ്ത് തന്നിട്ടുണ്ട്, ഇത് കണ്ടോ? ഇതുപോലെ വിരലിന്റെ അടയാളം കിട്ടും. എന്നിട്ട് അതിന്റെ മേലെ ഇതുപോലെ ഒരു കണ്ണും കൊക്കും കാലുകളും ചിറകൊക്കെ വെച്ച് എന്ത് ചെയ്യുക, ഒരു പക്ഷീനെ വരച്ചിരിക്കുകയാണ്. കണ്ടില്ലേ? ഇതുപോലെ നമ്മൾ വിരൽ വെച്ച് ചെയ്യുന്ന ചിത്രങ്ങളാണ് വിരൽ ചിത്രങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വിരൽ ചിത്രങ്ങൾ വരയ്ക്കാനും ഇവിടെയുള്ള സംഖ്യകൾ എഴുതാനുമാണ് ഇവിടെ ചെയ്യാൻ പറയുന്നത്. ഇവിടെ 1ന്റെ ചിത്രം വരച്ചിട്ടുണ്ട്. അവിടെ എന്ത് എഴുതണം? ഈ കുത്തിയുള്ള മേലെ കൂടെ 1 എഴുതുക. ഇനി ഇവിടെ എത്രയാണ് സംഖ്യ തന്നിരിക്കുന്നത്? 4. അപ്പൊ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കയ്യില് കളറാക്കിയിട്ട് 4 പക്ഷികളെയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരേപോലെയുള്ള 4 ചിത്രങ്ങൾ ഇവിടെ വരയ്ക്കുക. ഓക്കെ, ഇതേപോലെ 4 എഴുതിയിട്ട് കണ്ടോ? ഇതുപോലെ ഏത് നിറം വേണമെങ്കിലും എടുക്കാം. ഇഷ്ടമുള്ള നിറങ്ങൾ എടുത്തിട്ട് ഇതുപോലെ എന്ത് ചെയ്യുക? ചിത്രം വരയ്ക്കുക. അടുത്തത് 5 എണ്ണമാണ് വരയ്ക്കേണ്ടത്. 5. ഇവിടെ നോക്കുമ്പോൾ 5 തേനീച്ചകളെയാണ് വരച്ചിരിക്കുന്നത്. 5 തേനീച്ചകളെ കണ്ടില്ലേ? അടുത്തത് 2. നോക്കൂ, 2 കിളികളെ വരച്ചിട്ടുണ്ട് അല്ലെ? 2 കിളികള്. അടുത്തത് 3. കണ്ടോ? നമ്മള് 3 വണ്ടികളെ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ ഉപയോഗിച്ച് ഇഷ്ടമുള്ള ചിത്രങ്ങളോ, പക്ഷെ എന്താണ് 4ന്റെ വരയ്ക്കുമ്പോൾ 4 ഒരേപോലത്തെ, 5ന്റെ വരയ്ക്കുമ്പോൾ 5 ഒരേപോലത്തെ വരയ്ക്കുക. മനസ്സിലായില്ലേ? അതേപോലെ എന്ത് ചെയ്യുക? വരയ്ക്കാനാണ് ഇവിടെ പറയുന്നത്. ഇതിനെയാണ് നമ്മൾ വിരൽ ചിത്രങ്ങൾ എന്ന് പറയുക. പുഴുവിനെ വരയ്ക്കാം. 5 വരെ എണ്ണം ക്രമമായി എഴുതൂ. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഇതുപോലെ പുഴുവിനെ, നമ്മുടെ വിരൽ ചിത്രം തന്നെയാണത്. ഇതും നമ്മൾ വിരലില് കളറാക്കിയിട്ട് ഇതുപോലെ അടുപ്പിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പുഴുവിനെ കിട്ടും. എന്നിട്ട് കണ്ണും വായും കാലൊക്കെ വരച്ചു കൊടുത്ത് ഇതുപോലെ ഒരു പുഴുവിനെ വരയ്ക്കുക. എന്നിട്ട് അതിന്റെ മേലെ എന്ത് ചെയ്യുക? സംഖ്യകൾ എഴുതുകയാണ്. 1 ഇവിടെ എഴുതിയിട്ടുണ്ട്, ബാക്കി 2 3 4 5 എഴുതുക. ഇതുപോലെ കണ്ടോ? 5 വരെ ഇതുപോലെ വരച്ചിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും വിരൽ ചിത്രങ്ങളൊക്കെ ചെയ്ത് നോക്കുക. അടുത്തത് നോക്കൂ പറയൂ. ചിത്രം നോക്കിയിട്ട് പറയുക. ചിത്രം നോക്കി എന്തൊക്കെ കാര്യങ്ങൾ പറയാം എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നോക്കൂ, എന്താ ഇമ്മ പറയുന്നത്?
കോഴികളുടെ കൂട്ടത്തിൽ ഒരു വലിയ കോഴിയുണ്ട് അല്ലേ? ഈ കോഴികളുടെ കൂട്ടത്തില് ഒരു വലിയ കോഴിയില്ലേ? ഇതാ അല്ലേ കോഴിയമ്മ. താറാവിന്റെ കൂട്ടത്തിൽ രണ്ട് വലിയ താറാവുകളുണ്ട് ഇല്ലേ? താറാവിന്റെ കൂട്ടം പറഞ്ഞാൽ ഇതില് രണ്ട് വലിയ താറാവുകളില്ലേ? എവിടെ? തൊട്ട് നോക്കിയേ, ഏതൊക്കെയാണ്? ഇതാ ഒന്ന്, ഇതാ ഒന്ന്. അങ്ങനെ രണ്ട് താറാവുകളുണ്ട് അല്ലെ? വലിയ താറാവുകള്. കോഴികളുടെ കൂട്ടത്തിലോ ഒരു വലിയ കോഴിയാണ് ഉള്ളത്. കൂട്ടം കൂട്ടിയാൽ. ചിത്രം നോക്കൂ, പറയൂ, എഴുതൂ. അമ്മ താറാവിന്റെ മുന്നിൽ. അപ്പൊ ആദ്യം നോക്കേണ്ടത് ഈ ചിത്രമാണ്. ഈ ചിത്രത്തിന്റെയാണ് ഇവിടെ പറയുന്നത്. അമ്മ താറാവിന്റെ മുന്നിൽ. ഇവിടെ എത്രയോ കുഞ്ഞിനെ കുറിച്ചാണ് പറയുന്നത്. അമ്മ താറാവിന്റെ മുന്നിൽ എത്ര കുഞ്ഞുങ്ങളാണ് ഉള്ളത്? 1, 2. അപ്പൊ അമ്മ താറാവിന്റെ മുന്നിൽ എത്ര കുഞ്ഞ്? 2 കുഞ്ഞ്. പിന്നിൽ. അമ്മ താറാവിന്റെ പിന്നിൽ എത്ര കുഞ്ഞാ? 3 കുഞ്ഞ്. 2ഉം 3ഉം 5. അപ്പൊ നോക്കിക്കേ, കൂട്ടി നോക്കാനാണ് പറയുന്നത്. എങ്ങനെയാ നമ്മൾ 2ഉം 3ഉം കൂടെ കൂട്ടുക? ഇവിടെ 2 കുഞ്ഞുങ്ങളുണ്ട്, ഇവിടെ പിന്നിൽ 3 കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ട് എണ്ണി നോക്കാം. 1, 2, 3, 4, 5. അപ്പൊ എത്ര കുഞ്ഞുങ്ങളുണ്ട്? 5 കുഞ്ഞുങ്ങൾ. കിട്ടിയില്ലേ? 2 കുഞ്ഞ് ഒപ്പം നടന്നെത്തി. ഇനി അടുത്തത് ഈ ചിത്രം നോക്കുക. 2 കുഞ്ഞ് ഒപ്പം നടന്നെത്തി എന്ന് വെച്ചാൽ പിന്നിലുള്ള 3 കുഞ്ഞുങ്ങളിൽ നിന്നും 2 കുഞ്ഞുങ്ങൾ അമ്മയുടെ ഒപ്പം നടന്നെത്തി. 1 പിന്നിലായി. ഇപ്പൊ പിന്നിൽ എത്ര കുഞ്ഞുണ്ട്? 1. ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കുഞ്ഞല്ലേ ഇപ്പൊ താറാമന്റെ കൂടെ അമ്മ താറാവിന്റെ കൂടെ ഒരു കുഞ്ഞല്ലേ പിന്നാലെ ഉള്ളത്. ബാക്കി 2 കുഞ്ഞുങ്ങൾ മുന്നിലും 2 കുഞ്ഞുങ്ങൾ ഒപ്പമാണ് നടക്കുന്നത് അല്ലെ? ഇപ്പൊ മുന്നിൽ എത്ര കുഞ്ഞുങ്ങളുണ്ട്? 2 കുഞ്ഞ്. ഒപ്പം എത്ര കുഞ്ഞുണ്ട്? 2 കുഞ്ഞ്. പിന്നിൽ എത്ര കുഞ്ഞാണ്? പിന്നിൽ 1 കുഞ്ഞ്. അപ്പൊ എന്താണ് ഇവിടെ എഴുതേണ്ടത്? 2ഉം 2ഉം 1ഉം കൂടി എത്രയാണ്? 5. എണ്ണി നോക്കിക്കേ. 1, 2, 3, 4, 5. എണ്ണത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നോ? ഇല്ല. അപ്പൊ 2ഉം 3ഉം ചേർന്നാലും 5 ആണ്. 2ഉം 2ഉം 1ഉം ചേർന്നാലും ഉത്തരം എന്താണ്? 5 ആണ്. അമ്മ താറാവിന്റെ ഒപ്പം നടന്ന 2 കുഞ്ഞ് മുന്നിലെത്തി. അങ്ങനെ ഒപ്പം ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ കൂടി മുന്നിലെത്തി. അപ്പൊ മുന്നിൽ ഇപ്പൊ എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാവും? 1, 2, 3, 4. ഈ കുഞ്ഞുങ്ങൾ മുന്നിലെത്തി. അപ്പൊ മുന്നിൽ ഇപ്പൊ എത്ര കുഞ്ഞുണ്ട്? 4 കുഞ്ഞ്. പിന്നിൽ എത്ര കുഞ്ഞുണ്ട്? 1 കുഞ്ഞ്. അപ്പൊ എന്തെഴുതുക? 4ഉം 1ഉം ചേർന്നാൽ എത്രയാണ് ഉത്തരം? 5. കണ്ടില്ലേ? അപ്പൊ 2ഉം 3ഉം ചേർന്നാലും ഉത്തരം 5 ആണ്. 2ഉം 2ഉം 1ഉം ചേർന്നാലും ഉത്തരം 5 ആണ്. 4ഉം 1ഉം കൂടെ കൂട്ടി നോക്കിയാലും ഉത്തരം എന്താ കിട്ടുക? 5. അടുത്തത്, അമലും ഇമയും തിത്തിരിയും പൂന്തോട്ടത്തിലേക്ക് നടന്നു. അപ്പൊ തിത്തിരിയും കൂട്ടി അമലും ഇമയും കൂടെ എങ്ങോട്ടാ പോകുന്നത്? പൂന്തോട്ടത്തേക്ക് പോയി അല്ലേ? ഇവിടെ കുറേ പൂക്കൾ നിങ്ങൾ കാണുന്നില്ലേ? എണ്ണാം, എഴുതാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആ പൂക്കളെ എണ്ണീട്ട് ഇവിടെ എഴുതുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കൂ, ഈ പൂവിന്റെ പേരെന്താ? ശംഖുപുഷ്പം എന്നാണ് പറയുക. അപ്പൊ ഇവിടെ ചിത്രത്തിൽ എത്ര ശംഖുപുഷ്പം? ഈ ചിത്രത്തിലാണ് നോക്കേണ്ടത്. ഈ ചിത്രത്തിൽ എത്ര ശംഖുപുഷ്പമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? 1, 2, 3, 4. എത്ര ശംഖുപുഷ്പം? 4. പിന്നെന്താ ഉള്ളത്? ആമ്പലാണ് അല്ലെ? ആമ്പൽ, വെള്ള ആമ്പലാണ്. അപ്പൊ നോക്കൂ, ആമ്പൽ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5. ആമ്പല് 5. പിന്നെ ഇത് ഏത് പൂവാ? ചെമ്പരത്തി പൂവാണ് അല്ലെ? ചെമ്പരത്തി പൂ എത്ര എണ്ണം ഉള്ളത്? 1. പിന്നെ അടുത്തത് ചെണ്ടുമല്ലിയാണ്. ചെണ്ടുമല്ലിപ്പൂ നിങ്ങൾ കാണുന്നില്ലേ? ഇതാ ചെണ്ടുമല്ലി, ഓറഞ്ച് കളർ ചെണ്ടുമല്ലി അല്ലെ? എത്ര ചെണ്ടുമല്ലി ഉണ്ട്? 1, 2. അപ്പൊ ഇവിടെ 2 എന്ന് എഴുതുക. അടുത്ത അവസാനത്തേത് മുക്കുറ്റിപ്പൂവാണ്. മുക്കുറ്റിപ്പൂ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3. 3 മുക്കുറ്റി. അപ്പൊ എത്ര ശംഖുപുഷ്പം? 4 ശംഖുപുഷ്പം, 5 ആമ്പല്, 1 ചെമ്പരത്തി, 2 ചെണ്ടുമല്ലി, 3 മുക്കുറ്റി. ഇനി അതിന്റെ ഒരു പാട്ടാണ്, നമുക്കത് പാടി നോക്കാം. ചന്തത്തിൽ ചോപ്പുള്ള ചെമ്പരത്തി 1. അപ്പൊ ഇവിടെ എന്തെഴുതുക? 1. അടുത്തത് ഓറഞ്ചിൻ നിറമുള്ള ചെണ്ടുമല്ലി 2. ഇവിടെ എന്തെഴുതുക? 2. മഞ്ഞ നിറം ചൂടി വരും മുക്കുറ്റിപ്പൂ 3. അഴകുള്ള കരിനീല ശംഖുപുഷ്പം 4. വെള്ളത്തിൽ പൊങ്ങി നിൽക്കും വെള്ളാമ്പൽ 5. അല്ലെ? നല്ലൊരു പാട്ടാണ് അല്ലെ? പൂക്കളുടെയും സംഖ്യകളും കൂടെ ചേർന്നിട്ട്, പൂക്കളും സംഖ്യകളും കൂടെ ചേർന്നിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പാടി നോക്കാം. അപ്പൊ ഇവിടെ എന്താണ് നിങ്ങൾ പഠിക്കുന്നത്? പൂക്കളെ പഠിച്ചു, പൂക്കളുടെ പേര് പഠിക്കുന്നുണ്ട് അല്ലെ? പൂക്കളുടെ പേര് പഠിച്ചു. അതേപോലെ സംഖ്യകൾ, നമ്മൾ സംഖ്യകളെ ഇത്ര നേരം
നമ്മൾ ആ സംഖ്യകളുടെ പേര് എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് പഠിക്കുന്നത്. 1 എങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ എഴുതുക? ഇതുണ്ടോ, ഒന്ന്. അതേപോലെ 2 എങ്ങനെയാ എഴുതുക? കണ്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത് 2, 3, 4, 5. അപ്പൊ നിങ്ങൾ എന്ത് കൂടെ പഠിക്കണം? സംഖ്യകള് ഇതുപോലെ സംഖ്യകളുടെ പേരും എഴുതാൻ പഠിക്കണം. കണ്ടില്ലേ, ഇതുപോലെ പേര് എഴുതാനും കൂടെ പഠിക്കുക. ഓക്കെ, അതേപോലെ നമ്മളിവിടെ പൂക്കളുടെ പേര് പഠിക്കുന്നുണ്ട്, പൂക്കളുടെ നിറം പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ചന്തത്തിൽ ചോപ്പുള്ള ചെമ്പരത്തി. ചോപ്പുള്ള പറഞ്ഞ എന്താണ്? ചുവന്ന ചെമ്പരത്തി 1. ചെമ്പരത്തി എത്രയാണ്? 1. അപ്പൊ നമുക്ക് ഈ പാട്ട് ഒന്നുകൂടെ പാടി നോക്കാം. ചന്തത്തിൽ ചോപ്പുള്ള ചെമ്പരത്തി 1, ഓറഞ്ച് നിറമുള്ള ചെണ്ടുമല്ലി 2, മഞ്ഞ നിറം ചൂടി വരും മുക്കുറ്റിപ്പൂ 3, അഴകുള്ള കരിനീല ശംഖുപുഷ്പം 4, വെള്ളത്തിൽ പൊങ്ങി നിൽക്കും വെള്ളാമ്പൽ 5. അടുത്ത പേജ്. കളിക്കൂട്ടുകാർ. റയാനും ആവണിയും വരുന്നുണ്ട്. അമൽ എന്താ പറയുന്നത്? റയാനും ആവണിയും വരുന്നുണ്ട്. അപ്പൊ ഇമ എന്ത് പറഞ്ഞു? തിത്തിരിയെ കാണിച്ചു കൊടുക്കാം. അപ്പൊ ഇവരുടെ കൂട്ടുകാരാണ് കേട്ടോ. റയാനും ആവണിയും നമ്മുടെ ഇമയുടെയും അമലിന്റെയും കൂട്ടുകാരാണ്. അപ്പൊ അവർ ഇവരുടെ വീട്ടിലേക്ക് ഇവരെ കാണാൻ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇമ പറയണം, അപ്പൊ നമുക്ക് തിത്തിരിയെ കാണിച്ചു കൊടുക്കാന്ന് പറയാണ്. തിത്തിരിക്കിലെ കാണാൻ റയാനും ആവണിയും എത്തി. അങ്ങനെ തിത്തിരിക്കിലെ കാണാൻ റയാനും ആവണിയും എത്തി. അപ്പൊ നോക്കൂ, നമ്മുടെ റയാൻ എന്താണ്? റയാന് കാണില്ല. ഓക്കെ, കാഴ്ച ശക്തി ഇല്ല. അപ്പൊ ആ കുട്ടിക്ക് എന്ത് ചെയ്യാ? കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്താ റയാൻ പറയണത്? എനിക്ക് കാണാനാവില്ലല്ലോ, തൊട്ട് നോക്കട്ടെ. അപ്പൊ അവരൊക്കെ ഇങ്ങനെ കാണാൻ പറ്റാത്ത ആൾക്കാർ എങ്ങനെ ചെയ്യാ? തൊട്ട് നോക്കിയിട്ടാ പറയാ അല്ലെ? അപ്പൊ നമ്മുടെ റയാന് തിത്തിരിയെ തൊട്ട് നോക്കി. എന്നിട്ട് എന്ത് പറഞ്ഞു? അവൻ തിത്തിരിയെ തൊട്ട് നോക്കി. നല്ല മിനുസം റയാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ പക്ഷികളൊക്കെ നല്ല മിനുസം സോഫ്റ്റ് ആയിരിക്കും അല്ലേ? കുഞ്ഞു കിളികളെയൊക്കെ തൊട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കില്ലേ? അപ്പൊ അതിന് നമ്മള് മലയാളത്തിൽ എന്താ പറയാ? നല്ല മിനുസം എന്നാണ് പറയാ. അപ്പൊ റയാൻ എന്താ പറഞ്ഞത്? നല്ല മിനുസം. അടുത്തത്, അമൽ കളിപ്പാട്ടങ്ങൾ കൊണ്ടുവന്നു, ഒരേപോലുള്ളവ കൂട്ടങ്ങളാക്കി. അങ്ങനെ നമ്മുടെ റയാനും ആവണിയും ഈമയും അമലും കൂടെ കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുവന്ന് കളിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരേപോലെയുള്ള കളിപ്പാട്ടങ്ങളെയൊക്കെ നമ്മൾ ഗ്രൂപ്പാക്കുക, കൂട്ടങ്ങളാക്കി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരേ എണ്ണമുള്ള കളിപ്പാട്ടങ്ങൾ ഏതൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് കൂട്ടമാക്കുന്നത് നോക്കാം. ഇവിടെ നോക്കിയേ, പമ്പരം. ഇവിടെ ഇതിൽ ആദ്യത്തെ പമ്പരമാണ് എഴുതേണ്ടത്. പമ്പരം നിങ്ങൾ കണ്ടോ? എത്ര പമ്പരം ഉണ്ടെന്ന് എണ്ണീറ്റ് പറയൂ. എത്ര പമ്പരം ഉണ്ട്? 1, 2, പിന്നെ പമ്പരം കണ്ടോ ഇതില്? ഇല്ല അല്ലെ? അപ്പൊ എത്ര പമ്പരമാണ്? 2 പമ്പരം. അടുത്തത് വിസില്. എത്ര വിസിലാ ഉള്ളത് നോക്കൂ. 1, 2, 3, 4, 5. 5 വിസിലാണ് ഉള്ളത് കേട്ടോ. 4 അല്ല, ഇവിടെ 4 എഴുതിയിരിക്കുന്നത് 5 എന്നാക്കുക. എത്ര വിസിലാണ്? 1, 2, 3, 4, 5 വിസിലാണ് ഉള്ളത്. ഓക്കെ, 5. ഇവിടെ 4 അല്ല, 5 ആണ്. അടുത്തത് റോബോട്ട്. നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് റോബോട്ട്. എത്ര റോബോട്ടാ ഉള്ളത്? 2. പിന്നെ കളിവണ്ടി. ഇതാണ് കളിവണ്ടി. എത്ര കളിവണ്ടിയാ? 1, 2 കളിവണ്ടി. ബാറ്റ്. 2 ബാറ്റ് ഉണ്ട് അല്ലേ? ഇതാ ഒരു ബാറ്റ്, ഇതാ ഒരു ബാറ്റ്. 2 ബാറ്റ്. പന്തുകളോ? 1, 2, 3 പന്ത്. ചെണ്ട. ഒരു ചെണ്ടയാണ് ഉള്ളത്. 1. ഇനി എണ്ണാനുള്ളത് ഏത് കളിപ്പാട്ടം? ഇപ്പൊ നമ്മൾ എല്ലാ കളിപ്പാട്ടങ്ങളെയും ഗ്രൂപ്പാക്കി വെച്ചു. ഇതിൽ ഒരു കളിപ്പാട്ടം മാത്രം നമ്മൾ എഴുതിയിട്ടില്ല. ഏത് കളിപ്പാട്ടമാണ്? ഇതുണ്ടോ, ഡോള്, പാവ അല്ലെ? പാവ. അപ്പൊ പാവനെ എഴുതിയിട്ടില്ല. അപ്പൊ ഏത് കളിപ്പാട്ടം എഴുതേണ്ടത്? പാവ. എത്ര എണ്ണമാണ് ഉള്ളത് പാവകൾ? 1, 2, 3. 3 പാവകൾ അല്ലേ? 3 പാവയല്ലേ? അല്ല, 4 പാവകൾ. 1, 2, 3, 4. 4 പാവകൾ. എല്ലാവരും ഒരേ എണ്ണമാണോ എഴുതിയത് അല്ലെ? നിങ്ങളുടെ കൂട്ടുകാർ എല്ലാവരും ഒരേ എണ്ണമാണോ നിങ്ങളുടെ ക്ലാസ്സിൽ എഴുതിയെന്നാണ് ചോദ്യം. അതെങ്കിൽ എന്ത് ചെയ്യാ? അതേ എന്ന് എഴുതുക. തൊട്ടു നോക്കി എഴുതാം. അപ്പൊ 1 എന്ന് എങ്ങനെ എഴുതും? അപ്പൊ നമ്മുടെ റയാന് കാണാത്തത്, കാഴ്ചശക്തി ഇല്ലാത്തതുകൊണ്ട് എല്ലാം തൊട്ടു നോക്കിയിട്ടാണ് മനസ്സിലാക്കുക അല്ലെ? അപ്പൊ ഇവിടെ നോക്കൂ, റയാൻ ചോദിക്കുകയാണ് 1 എന്നത് എങ്ങനെയാണ് എഴുതുക എന്ന് റയാൻ ചോദിച്ചു. അപ്പൊ നമ്മുടെ അപ്പൊ ഈ കുട്ടി എന്താ പറയുന്നത്? അവൻ എന്ത് പറയാണ്? അതിനൊരു പാട്ടുണ്ടെന്ന് പറയാണ് അല്ലെ? ഒരു പാട്ടുണ്ട്. 1 എന്നിട്ട് ഒരു പാട്ടുണ്ട്, ഒരു ചെറിയൊരു കവിതയുണ്ട്. അപ്പൊ ആ കവിതയാണ് ഇവിടെ ഈ പെട്ടിക്കുള്ളിൽ തന്നിരിക്കുന്നത്, ഈ ബോക്സിനകത്ത് തന്നിരിക്കുന്നത്. ഈ കവിത എഴുതിയിരിക്കുന്നത് കവി കുഞ്ഞുണ്ണി മാഷാണ്. ഓക്കെ, കുഞ്ഞുണ്ണി എന്ന് പറയുന്ന ഒരു കവിയുടെ പേരാണ്. അപ്പൊ നമുക്ക് എന്താണ് ആ കവിത എന്ന് വായിച്ചു നോക്കാം. ആ പാട്ട് എന്താന്ന് വായിച്ചു നോക്കാം. ഒന്നിന്നിങ്ങനെ എഴുതാം, വളവും വേണ്ട, തിരിവും വേണ്ട, ചരിവും വേണ്ട, കുനിവും വേണ്ട, കുത്തനെ ഒരു വര, കുറിയ വര,
ഒന്നായി നന്നായി ഒന്നായി നിന്നായി നന്നായി. നല്ലൊരു കവിതയാണ് അല്ലേ കുഞ്ഞുണ്ണി മാഷിന്റെ കവിത. ഒന്നുകൂടെ നമുക്ക് വായിച്ചു നോക്കാം. ഒന്നെന്നെങ്ങനെ എഴുതാം, ഒന്നെന്നിങ്ങനെ എഴുതാം, വളവും വേണ്ട തിരിവും വേണ്ട ചരിവും വേണ്ട കുനിവും വേണ്ട കുത്തനെ ഒരു വര കുറിയ വര ഒന്നായി നന്നായി ഒന്നായി നിന്നാൽ നന്നായി. കണ്ടോ? അപ്പൊ എങ്ങനെയാണ് ഒന്ന് എന്നുള്ളത് എഴുതുക എന്ന് പറഞ്ഞ ഒരു കവിതയാണിത്. അപ്പൊ എല്ലാവർക്കും ഈ കവിത ഇഷ്ടമായോ? ഇവിടെ നോക്കിയേ. അപ്പൊ നമ്മുടെ റയാൻ എങ്ങനെയാണ് ഒന്ന് എഴുതുക എന്നുള്ളത് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് അല്ലേ. അപ്പൊ അടുത്തത് എന്താ കുട്ടി പറയുന്നത്? 2 എന്ന് എഴുതാൻ ഈ അപ്പൊ ഒന്ന് എങ്ങനെ എഴുതാന്ന് പറഞ്ഞു കൊടുത്തു. ഇനി 2 എങ്ങനെ എഴുതാന്നാണ് ഇവിടെ പറയുന്നത്. 2 എന്ന് എഴുതാൻ ഈ ചിത്രത്തിലൂടെ വിരലോടിച്ചാൽ മതി. റയാൻ മണൽ കടലാസിലൂടെ വിരലോടിച്ചു. അപ്പൊ ഇതൊരു മണൽ കടലാസാണ് കേട്ടോ. അതായത് ആ മണൽ വെച്ചിട്ട് തരിതരി ആയിരിക്കില്ല. അപ്പൊ ഈ കടലാസിൽ അങ്ങനെ ഒരു തരിതരി, അല്ലെങ്കിൽ 2 എഴുതിയിരിക്കുന്നതിൽ ഇവിടെ തരിതരി ഉണ്ടാവും. അപ്പൊ അതിനോട് തൊട്ട് നോക്കുമ്പോൾ 2 എങ്ങനെയാണ് എഴുതുക എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമ്മുടെ റയാൻ തൊട്ട് നോക്കണം. ഇമേ, ഇത് ഇമയാണ്, ഇമേ. ഇപ്പോൾ മനസ്സിലായി. അപ്പൊ 2 എങ്ങനെ എഴുതാന്ന് നമ്മുടെ റയാന് മനസ്സിലായി. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു പക്ഷി ഇരിക്കുകയാണ് മരത്തില്. അപ്പൊ എന്താ പറയുന്നത്? പക്ഷി എന്താ പറയുന്നത്? മോളെ. അപ്പൊ നമ്മുടെ തിത്തിരി എന്താ പറയുന്നത്? അമ്മേ. അപ്പോഴാണ് പുറത്തു നിന്നൊരു കിളിയുടെ കരച്ചിൽ കേട്ടത്. അവർ മുറ്റത്ത് ചെന്ന് നോക്കി. അപ്പൊ നമ്മുടെ ഇമയും അമലും കൂടെ എന്ത് ചെയ്യണം? പുറത്ത് വരികയാണെങ്കിൽ ഒരു കിളിയുടെ കരച്ചിൽ കേട്ടപ്പോൾ പുറത്തു വന്നു. അപ്പൊ ആരായിരുന്നു അത്? നമ്മുടെ തിത്തിരിയുടെ അമ്മയായിരുന്നു. അപ്പൊ അമല എന്താ പറയണത്? ഇതാ നിന്റെ അമ്മ. അപ്പൊ തിത്തിരിക്ക് സന്തോഷമായില്ലേ? തിത്തിരിക്കിളി മനസ്സിലോടെ അമ്മയോടൊപ്പം പോയി. ഞാൻ നാളെ വരാം ട്ടോ, ടാറ്റാ. അപ്പൊ തിത്തിരിക്ക് സങ്കടമായില്ലേ? നമ്മുടെ അമലിനും ഇമയും വിട്ടിട്ട് പോണ്ടേന്ന് പറയുമ്പോൾ സങ്കടമുണ്ട്, എന്നാൽ അമ്മയെ കണ്ടൊരു സന്തോഷമുണ്ട് അല്ലെ. അതാണ് മനസ്സോടെ അമ്മയോടൊപ്പം പോയി എന്ന് പറയുന്നത്. എന്നിട്ട് എന്താ പറയുക? ഞാൻ നാളെ വരാം ട്ടോ എന്ന് പറഞ്ഞിട്ട് ടാറ്റ പറഞ്ഞിട്ട് നമ്മുടെ തിത്തിരി അമ്മക്കിളിയോടൊപ്പം പോയി. ഇവിടെ നോക്കി ഇനി എന്താ ചെയ്യാൻ പറയുന്നത്? അടുത്ത പേജില് ഓരോ പൂവിലെയും സംഖ്യകൾ നോക്കി അത്രയും എണ്ണം ഇലകൾ വരയ്ക്കും. അപ്പൊ നിങ്ങൾ 1 തൊട്ട് 5 വരെ പഠിച്ചില്ലേ? പിന്നെ ഇവിടെ നമ്മൾ ചെയ്യാൻ പറയണത് ഓരോ പൂക്കൾക്കും ഇലകൾ, ഈ ചെടിയിലും ഇലകൾ വരയ്ക്കണം, ഓരോ പൂവിലും. ഇവിടെ നോക്കൂ, സംഖ്യകൾ തന്നിട്ടുണ്ട്, അത്രയും ഇലകളാണ് വരയ്ക്കേണ്ടത്. ഇവിടെ 2 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ 2 ഇലകൾ വരച്ചിട്ടുണ്ട്. ഇവിടെ 5 ആണ്. അപ്പൊ എത്ര ഇലകൾ വരയ്ക്കണം? 5 ഇലകൾ വരയ്ക്കുക. അടുത്തത് 4. അപ്പൊ 4 ഇലകൾ വരയ്ക്കുക. 3 പറയുമ്പോൾ 3 ഇലകൾ. കണ്ടോ? ഇതേപോലെ ഇലകൾ വരയ്ക്കുക, നിറം കൊടുക്കുക. അടുത്തത് ഒരേ എണ്ണമുള്ള കൂട്ടങ്ങൾ ഏതെല്ലാം ചേർത്ത് വരയ്ക്കൂ. അതായത് ഒരേ എണ്ണമുള്ള കൂട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4. ഇവിടെ ഇതേതാണ്? ഈ പക്ഷിനെ പറയുന്നത് കൊക്ക് അല്ലെ, അല്ലെങ്കിൽ കൊച്ചി എന്ന് പറയും. അപ്പൊ ഒരേ എണ്ണമുള്ള കൂട്ടങ്ങൾ ഏതൊക്കെയാണ് ചോദ്യം. അപ്പൊ അത് കണ്ടുപിടിക്കുക. ഈ കൂട്ടത്തിൽ എത്ര കൊക്കുകളുണ്ട്? ഈ കൂട്ടത്തിൽ 1 2 3 4. ഈ കൂട്ടത്തിൽ 1 2 3 4 5. ഇവിടെ 1 2 3 4. അപ്പൊ ഇവിടെയും 4 എണ്ണം ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. അപ്പൊ ഇതാണ് ഒരേ എണ്ണമുള്ള കൂട്ടങ്ങൾ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അതുപോലെ വട്ടം വരയ്ക്കുക, അല്ലെങ്കിൽ ചേർത്തത് ഈ 4 എണ്ണത്തിനെയും ഈ 4 എണ്ണത്തിനും ചേർത്ത് ഒരു വലിയൊരു വട്ടം വരയ്ക്കുക. ഓക്കെ, ലാസ്റ്റ് പേജിൽ എത്തിയിരിക്കുകയാണ്. നിറം കൊടുക്കാം. എണ്ണം നോക്കി കളത്തിൽ അതേ നിറം കൊടുക്കണേ. അപ്പൊ ഇവിടെ പക്ഷികളാണ്, കുറെ കിളികളെ തന്നിട്ടുണ്ട്, കൂട്ടമായി നിൽക്കുന്ന കിളികളാണ്. അപ്പൊ ഇവിടെ നോക്കൂ, 1 കണ്ടോ? ഓരോ 1 2 3 4 5 ഓരോ നിറങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ആ നിറങ്ങൾ തന്നെ എണ്ണി നോക്കിയിട്ട് കൊടുക്കുക. അപ്പൊ ഒരു കിളി ഒറ്റയ്ക്ക് നിൽക്കുന്ന കിളി ഏതാ? ഇതാ അല്ലെ. അപ്പൊ അവിടെ ഏത് കൊടുക്കാൻ പാടുള്ളൂ? വയലറ്റ്. ഈ നിറത്തിന് പറയുന്നത് വയലറ്റ് എന്നാണ്. ഇതേ നിറം തന്നെ ഈ കിളിക്ക് കൊടുക്കുക. അപ്പൊ 2 കിളികളുള്ളത് ഇതാ ഇവിടെ 1 2. അപ്പൊ ഈ 2 കിളികൾക്കും പച്ച കളർ കൊടുക്കണം. 3 കിളികൾ കണ്ടോ? 1 2 3. ഈ 3 കിളികൾക്കും ചുവപ്പ് കളർ കൊടുക്കുക. ഇതേപോലെ വേണം കളർ കൊടുക്കാൻ. കണ്ടോ? നമ്മൾ 5 കിളികൾക്ക് ഈ ഒരു ലൈറ്റ് ആയിട്ടുള്ള നീല കളർ കൊടുത്തു, ഒരു ഇളം നീല കളർ അല്ലെ. അതേപോലെ 2 കിളികൾക്ക് പച്ച നിറം കൊടുത്തു, ഒരു കിളിക്ക് വയലറ്റ്, പിന്നെയോ 3 കിളികൾക്ക് ചുവപ്പ് കളറ്, 4 കിളികൾക്ക് കരിനീല കളറ്. അപ്പൊ ഇതേപോലെ നിറം കൊടുക്കുക. ഏത് നിറമുള്ളതാണ് കൂടുതൽ? ഏത് നിറമുള്ള കിളികളാണ് കൂടുതൽ? നീല നിറം. ഈ കളറും അതിനൊരു എന്താ പറയാ, ഇളം നീല നിറമാണ്. ഏത് നിറമാണ്? നീല നിറം അല്ലെ. എത്ര കിളികളാണുള്ളത്? 5. വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യയിലേക്ക് എഴുതും. അപ്പൊ നമ്മളിവിടെ ഏതൊക്കെ സംഖ്യകൾ പറഞ്ഞു? 1 2 3 4 5. ഈ സംഖ്യകളെ വലുതിൽ നിന്നും ചെറുതെന്ന രീതിയിലാണ് എഴുതേണ്ടത്. അപ്പൊ ആദ്യം ഏറ്റവും വലിയ സംഖ്യ ഏതാ? 5 അല്ലെ. 5 കൂടുതൽ കിളികളുള്ളത്. പിന്നെ 4 3 2 1. ഇങ്ങനെയാണ് നമ്മൾ വലുതിൽ നിന്ന് ചെറിയ സംഖ്യയ്ക്ക് എഴുതുക. ഓക്കെ, 5 4 3 2 1. ഓക്കെ, അപ്പൊ നമ്മുടെ ഒന്നാമത്തെ പാഠം
ഗണിതത്തിലെ ഒന്നാമത്തെ പാഠം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം നമ്മളെ ഈ പാഠത്തിലെ എല്ലാ ചോദ്യോത്തരങ്ങളും ചെയ്തിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ക്ലാസ് ഇഷ്ടമായോ? ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ കാണാൻ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. താങ്ക്